സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന കൊളീജിയത്തിൻ്റെ നടപടി വീണ്ടും വിവാദത്തിലാവുകയാണ്. ഇത്തവണ രണ്ട് വിവാദമാണ്. ഒന്ന്, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ അനന്തരവനെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ കൊളീജിയം തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞു കേട്ടത്, അത് ചർച്ച ചെയ്യാൻ നേരത്ത് ചീഫ് ജസ്റ്റിസ് ആ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറിപ്പോയി. പണ്ട് ഇതുപോലെ രാഷ്ട്രീയത്തിലൊരു നിയമനം ഉണ്ടായിരുന്നു. കരുണാകരൻ്റെ മകനെ ചുമതലയിലേക്ക് കൊണ്ടുവരുമ്പോൾ കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയി എന്ന് പറഞ്ഞൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, പഴയ ഓർമ്മയാണ്, ചേട്ടനറിയാമായിരിക്കും. അതുപോലെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കേൾക്കുന്നത് കുറച്ചുകൂടി രസകരമായ കാര്യമാണ്. ഗുജറാത്തിൽ നിന്നൊരാളെ ജഡ്ജിയാക്കുന്നു, ജസ്റ്റിസ് വിപുലം പഞ്ചോളി. അദ്ദേഹം കൂടെ വരുമ്പോൾ ഗുജറാത്തിൽ നിന്ന് 3 ജഡ്ജിമാരാകും. സുപ്രീം കോടതി കൊളീജിയത്തിലെ BV നാഗരത്ന എന്ന് പറയുന്ന ജഡ്ജി രണ്ടാമത്തെ തവണയും വിയോജിപ്പ് അറിയിച്ചു. അങ്ങനെ ഗുജറാത്തിൽ നിന്ന് 3 ജഡ്ജിമാർ വന്നാൽ ശരിയാവത്തില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അതിൻ്റെ വാർത്തകൾ വരുന്നത്. മാത്രമല്ല, ഈ പഞ്ചോളി ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായാൽ 2031 ഒക്ടോബർ മുതൽ 2033 മെയ് വരെ ചീഫ് ജസ്റ്റിസ് ആവാനും സാധ്യതയുണ്ട് ഗുജറാത്തുകാരൻ. അപ്പോൾ ഗുജറാത്തുകാരൻ ചീഫ് ജസ്റ്റിസ് ആകുന്ന ഒരു സംവിധാനത്തിന് ഇപ്പോൾ കൊളീജിയം തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്ന് 3 പേരെ കൊണ്ടുവന്നത് തെറ്റ്. ഗവായിയുടെ അനന്തരവൻ എന്നെ വീണ്ടും ഗവായിയുടെ ഉൾപ്പെടുന്ന കൊളീജിയം നിയമിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കണക്ക് പറഞ്ഞു കേട്ടു. ഇതുവരെയുള്ള 272 ജഡ്ജിമാരിൽ ഏതാണ്ട് 32 പേരും, 279 ജഡ്ജിമാരിൽ 32 പേരും അടുത്ത ബന്ധുക്കൾ, മക്കൾ, മരുമക്കൾ, അങ്ങനെയുള്ള അടുത്ത ബന്ധുക്കളാണ് എന്നൊരു കണക്കും കൂടെ വന്നിട്ടുണ്ട്. ഇതെന്താണ് കൊളീജിയത്തിൻ്റെ ഈ തീരുമാനങ്ങളെ എങ്ങനെയാണ് ചേട്ടൻ കാണുന്നത്? അല്ല, കൊളീജിയം എത്രയോ കാലമായിട്ട് ഇത് ചെയ്യുന്നു. കേരള ഹൈക്കോടതിയിലുള്ള എത്ര ജഡ്ജിമാരുടെയൊക്കെ അച്ഛന്മാർ ജഡ്ജിമാരായിരുന്നു. അവരൊക്കെ എങ്ങനെയാണ് വന്നത്? അവർക്ക് മെറിറ്റില്ല എന്ന് ഞാൻ പറയില്ല, മെറിറ്റുണ്ട്. ബട്ട് ഈ ഒരു കണക്ഷനുമുണ്ട്. ഇതുപോലെയാണ് മറ്റ് ഹൈക്കോടതിയും സുപ്രീം കോടതിയെല്ലാം. ഈ പറയുന്ന വിമർശനങ്ങളിലൊക്കെ കഴമ്പുണ്ട്. ഇപ്പോൾ നാഗരത്ന പറയുന്നു, ഗുജറാത്തിൽ നിന്ന് ഇത്രയധികം ജഡ്ജിമാർ വരുന്നു. ജഡ്ജിമാരുടെ കാര്യത്തിൽ ഇവർ ഒരു ജാതി, മത, പ്രാദേശിക ഇക്വേഷനൊക്കെ നോക്കാറുണ്ട് കൊളീജിയത്തിൽ നിയമിക്കുമ്പോൾ പോലും. അപ്പോൾ പ്രാദേശികമായിട്ട് ഗുജറാത്തിൽ എന്ന് പറയുമ്പോൾ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നാണ്. അതെ, ആയിക്കോട്ടെ. അപ്പോൾ ഈ പ്രാദേശിക പരിഗണനകളെല്ലാം തന്നെ ഇവർ നോക്കാറുണ്ട്. ഏത് ഹൈക്കോടതിയിൽ നിന്നാണ്, ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, ഏത് റിലിജിയനാണ്, ഇതുമൊക്കെ നോക്കി ആ ഫോർമുലയ്ക്കകത്ത് ഫിക്സ് ചെയ്യുന്നു. പിന്നെ അവരുടെ താല്പര്യവും വരും, അവരുടെ ബന്ധുവാണ്, മറ്റാണ്, എന്നെ നിയമിച്ച ജഡ്ജി പറഞ്ഞ പേരാണ്, അതുകൊണ്ട് അയാളെ വയ്ക്കണം, ഇങ്ങനെയൊക്കെ. ഇതൊരു പ്രശ്നം തന്നെയാണ് കൊളീജിയം. അതെല്ലാവരും സമ്മതിക്കുന്നു. കൊളീജിയം മെമ്പേഴ്സ് തന്നെ സമ്മതിക്കുന്നു ഇതൊരു നല്ല സിസ്റ്റം അല്ല. ബട്ട് നേരത്തെ കേന്ദ്ര സർക്കാരാണ് ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ടിരുന്നത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അല്ല. പിന്നീടാണ് സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് വേഴ്സസ് സ്റ്റേറ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ, ആ കേസിൽ സുപ്രീം കോടതി സ്വമേധയായി ഈ അധികാരം അങ്ങെടുക്കുകയായിരുന്നു. അപ്പോയിൻമെൻറ്റ് അധികാരം കേന്ദ്രത്തിൽ നിന്നെടുത്തിട്ട് ഒരു കൊളീജിയം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വെച്ചോളാം ജഡ്ജിമാരെ, ഞങ്ങൾ ആരായിരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് അവർ തന്നെയാണ്. അന്ന് ജനങ്ങളെല്ലാം അതിനെ കൈയടിച്ചു. കാരണം അത്രയധികം പോക്കൃത്തരമാണ് സർക്കാർ ജഡ്ജിമാരെ വയ്ക്കുമ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്ദിരാഗാന്ധിയൊക്കെ അതിൻ്റെ വലിയ ഉദാഹരണമാണ്. അന്ന് ഈ രാം ജേഠ്മലാനി സുപ്രീം കോടതിയിൽ പറഞ്ഞു, 2 വക്കീലന്മാരാണ് ഈ കോടതിയിലുള്ളത്, ദോസ് ഹു നോ ലോ, ദോസ് ഹു നോ ലോ മിനിസ്റ്റർ. ഈ ലോ അറിയാവുന്നവർ തോറ്റുപോവുകയും ലോ മിനിസ്റ്ററെ അറിയാവുന്നവർ കേസ് ജയിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇതൊക്കെ അന്ന് നടന്നതാണ്. അപ്പോൾ അന്ന് കൊളീജിയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവരും കൈയടിച്ചു, കൊള്ളാം. സുപ്രീം കോടതി ചെയ്തിട്ട്, സുപ്രീം കോടതിക്ക് ഇപ്പോഴും ഒരു വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനമാണ് സുപ്രീം കോടതി. അവരത് ആവുന്നത്ര സുപ്രീം കോടതി ജഡ്ജിമാർ 24 മണിക്കൂറും ശ്രമിക്കുന്നുണ്ട് അവരുടെ വിശ്വാസ്യത കളയാനായിട്ട്. പക്ഷേ ജനം കളയാനായിട്ട് അത് അവർക്ക് വിശ്വാസ്യതയുള്ളത് അവർ കളയാൻ ശ്രമിച്ചിട്ടും ജനം കൊടുത്തിരിക്കുന്ന വിശ്വാസ്യതയാണ്. അപ്പോൾ ഇത് കൊളീജിയത്തിൽ ഈ ജാതി ടെൻഡൻസി തുടക്കം മുതൽ ഉണ്ടായിരുന്നു.
അവരവരുടെ ബോസിനെ നിയമിക്കുക. ബോസ് ഇപ്പോൾ ചന്ദ്രചൂഡിൻ്റെ കഥ പറയില്ലേ, അച്ഛൻ ചന്ദ്രചൂഡ് ഇന്നയാളെ നിയമിക്കുക, അയാൾ മകൻ ചന്ദ്രചൂഡിനെ നിയമിക്കുക, മകൻ ചന്ദ്രചൂഡ് മറ്റേയാളുടെ മകനെ നിയമിക്കുക, അയാൾ ഇയാളുടെ മകനെ നിയമിക്കുക. ഇങ്ങനെ ഏണിപ്പടി പോലെ ഈ നിയമനങ്ങൾ ഇങ്ങനെ പോകും. ഇപ്പോൾ ചന്ദ്രചൂഡിൻ്റെ മകൻ ബോംബെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, താമസിയാതെ അയാൾ ജഡ്ജിയായിട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള സംഗതിയുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പോഴും ഇവർ പിടിച്ചു നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ മകനാണ്, അളിയനാണ്, ഇപ്പോൾ അനന്തരവനാണെന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പറയുന്നവർക്ക് മെറിറ്റുണ്ട്. അവർ അറിയപ്പെടുന്ന വക്കീലന്മാരാണ് അല്ലെങ്കിൽ ജഡ്ജിമാരാണ്. മെറിറ്റിൽ അവരെ നമുക്ക് കുറ്റം പറയാം. ഒരാളുടെ ബന്ധുവായി എന്നതുകൊണ്ട് അവർ മോശക്കാരാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പൊട്ടനായ ഒരാളിനെ ബന്ധു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിയമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോയിൻ്റുണ്ട്. അതല്ലാതെ ബുദ്ധിമാനായ ഒരു മനുഷ്യനെ, അതല്ലാത്ത അപ്പോയിൻമെൻറ്റ് ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 8 ജഡ്ജിമാരുടെ ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അതിനകത്ത് ചീഫ് ജസ്റ്റിസിൻ്റെ അനന്തരവൻ ഉണ്ട്. ശരി, ബാക്കി 7 പേരോ? ബാക്കി 7 പേര് റിയൽ മെറിറ്റ് അല്ലേ? അതെ. മെറിറ്റ് എന്ന് പറയാൻ പറ്റുമോ? മെറിറ്റ് കൊളീജിയത്തിൻ്റെ ഒരു പ്രോസസ്സിൽ എന്ത് മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് യോഗ്യത? ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിഭാഷകനോ അപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അവർ പരിഗണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് മെറിറ്റോറിയസ് ആയവർ. ക്രെഡൻഷ്യൽസ് നോക്കുന്നുണ്ടല്ലേ? പിന്നെ ഒന്ന്, കുറഞ്ഞത് ഇത്ര റിപ്പോർട്ടഡ് ജഡ്ജ്മെൻറ്റ്സ് വേണം, മാസത്തെ വരുമാനമുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് മാസം 2 ലക്ഷം രൂപയെങ്കിലും വരുമാനമുള്ള വക്കീലിനെ അവർ പരിഗണിക്കുകയുള്ളൂ. അതായത് പ്രൊഫഷൻ സീരിയസ്, പണക്കാരനായതുകൊണ്ടല്ല, പ്രൊഫഷൻ സീരിയസ് ആയിട്ട് എടുത്ത ആൾ. പേരിനുള്ള വക്കീലല്ല. അല്ല, വക്കീലിന് പേരെടുക്കാനൊക്കെ എളുപ്പമാണ്. ഈ പൊതു താല്പര്യ പ്രശ്നങ്ങളെ കൊണ്ടുപോയി തലവെച്ചാൽ മതി. ആ 10 പേര് അറിയും, ടി വിയിൽ വരും, ടി വി ചർച്ചയിൽ ബഹളം വരും, പത്രത്തിൽ ഫോട്ടോ വരും, ആൾ പ്രശസ്തനാകും. ബട്ട് പ്രാക്ടീസ് ഉണ്ടോ കോടതിയിൽ? സീരിയസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് അല്ലാതെ സർവീസ് ഇഷ്യൂസ് അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അത് നോക്കിയിട്ട് റിപ്പോർട്ടഡ് ജഡ്ജ്മെൻറ്റ്സും പിന്നെ ഇയാളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ മാസം ഫീസായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെടുക്കുന്ന ആ പ്രോസസ്സ് ഒപ്പേക്കാണ്. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ശരിയാണ്, ഒരു ഹൈക്കോടതി ജഡ്ജി ആവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അറിയില്ല. 10 വർഷത്തെ പ്രാക്ടീസ് വേണം, അതെനിക്കുണ്ട്. 100 ജഡ്ജ്മെൻറ്റെങ്കിലും വേണം, അതും എനിക്കുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം അറിയില്ല. ആ ഒരു പ്രശ്നമുണ്ട്. അതാണ് എൻ്റെ കാതലായ പ്രശ്നം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും സുനിലിനും അറിയാം, പക്ഷേ അത് പുറത്ത് പറയാൻ പറ്റില്ല. പുറത്ത് പറഞ്ഞാൽ കോർട്ട് ലക്ഷ്യമാണ്. അതെ അതെ. പുറത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം മറച്ചു വെച്ചു. അങ്ങനത്തെ ഒരു ധർമ്മസങ്കടമാണ്. അതും ഈ രാം ജെഠ്മലാനി ഒരിക്കൽ പറഞ്ഞു, ഈ കോടതിയിലെ 65% ജഡ്ജിമാർ കറപ്റ്റാണ്. അപ്പോൾ അതിലൊരു ബെഞ്ചിലിരുന്ന ജഡ്ജി ചോദിച്ചു, അപ്പോൾ ഞങ്ങളൊക്കെ കറപ്റ്റാണോ ഈ ഇരിക്കുന്നവർ? രാം ജെഠ്മലാനി പറഞ്ഞു, അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞാൽ ഒന്നുകിൽ അത് കോർട്ട് ലക്ഷ്യമാകും, അല്ലെങ്കിൽ അത് അസത്യമാകും, പെർജുറി ആകും. എങ്ങനെ പോയാലും ഞാൻ കുടുങ്ങും, അതുകൊണ്ട് ഞാൻ ഉത്തരം പറയുന്നില്ല. കോടതി പറഞ്ഞു, നമുക്ക് ആ സബ്ജക്റ്റ് അങ്ങ് വിടാം. ശരി, വിടാം. അങ്ങനെ അപ്പോൾ അതൊരു ഫാക്റ്റാണ്. നമുക്കൊരു ജഡ്ജിയായിട്ട് നിയമിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആർക്കും അറിയില്ല. എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് എൻ്റെ തമാശ. ആരെയാണ് പോയി കാണേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം, എൻ്റെ പ്രോസസ്സും എല്ലാവർക്കും അറിയാം. ബട്ട് ഓപ്പണായിട്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതില്ല. UPSC പോലൊരു സെലക്ഷൻ ബോർഡില്ല, ഒന്നുമില്ല. അത് കുറേ അധികം കൊളീജിയത്തിന് അതിൻ്റേതായ ധാർഷ്ട്യം ഉണ്ടാക്കിയിട്ടുണ്ട് അവരിൽ. ഞങ്ങളെ ചോദിക്കാൻ ആരുമില്ല, ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ കൊളീജിയവുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്തകൾക്കുള്ളിൽ ഒരു അണ്ടർ കറണ്ട് പോലെ ഒരു സാധനം പോകുന്നുണ്ട്. അത് ഈ ഗുജറാത്താണ്. ഗുജറാത്തിൽ നിന്ന് വന്നാൽ ശരിയാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മുംബൈ ഹൈക്കോടതിയിൽ നിന്ന് 3 ജഡ്ജിമാരുണ്ട്, അലഹബാദിൽ നിന്ന് 3 പേരുണ്ട്, പഞ്ചാബിൽ നിന്ന് 3 പേരുണ്ട്, ഹരിയാനയിൽ നിന്ന് 3 പേരുണ്ട്. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് മാത്രം ഒരാളും കൂടെ വരുമ്പോൾ 3 ആയാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അത് ഈ അതിനകത്തൊരു ദുസ്സൂചനയുണ്ടോ എന്നുള്ളതാണ്. ഈ അല്ല, നാഗരത്ന വിയോജനം എഴുതിയതിൽ ദുസ്സൂചനയൊന്നുമില്ല. ഇത് വാർത്ത പ്ലെയിനായിട്ടാണ്. ഈ ഗുജറാത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷങ്ങളുടെ ഇടയ്ക്കൊക്കെ ഒരു തെരുവാക്കാണ് ഗുജറാത്ത്. UP പോലെ തന്നെ. ഒരാളെ ഈ തന്തയ്ക്ക് വിളിക്കുന്നതിന് പകരം ഗുജറാത്തി എന്ന് വിളിക്കാം എന്നുള്ള സ്ഥിതിയാണ്. ആ രീതിയിൽ ഗുജറാത്തിനെ വഷളാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഗുജറാത്തിൽ നിന്ന് ആളെന്ന് കേട്ട് കഴിയുമ്പോൾ മാധ്യമം, പത്രം, മീഡിയ ഗുജറാത്ത് പറഞ്ഞു തുടങ്ങും. ഒരു മാർക്കറ്റ് വാല്യൂ മാത്രമേ അതിനുള്ളൂ. നാഗരത്ന അത് എഴുതിയത് സത്യസന്ധമായിട്ട് അവരുടെ അഭിപ്രായം എഴുതി. വിയോജനക്കുറിപ്പ് എല്ലാ തവണയും ഉണ്ടാകാറുണ്ട്. അത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തില്ല എന്നും പറയുന്നു വാർത്ത. അത് അവർ വെബ്സൈറ്റിൽ കൊടുക്കും. അവർ എല്ലാ കൊളീജിയം മീറ്റിങ്ങും അതിൻ്റെ ചർച്ച വെബ്സൈറ്റിൽ കൊടുക്കണമെന്നുണ്ട്. ഇപ്പോൾ നാഗരത്നയുടെ ഒരുപക്ഷെ ചീഫ് പറഞ്ഞു കാണും, മാഡം ഇത് പബ്ലിക് ആക്കണോ, ഇത് പ്ലീസ് കൺസിഡർ വൺസ് അഗെയിൻ, കാരണം ദ ലാംഗ്വേജ് വിച്ച് യു ഹാവ് യൂസ്ഡ് ഈസ് ക്വൈറ്റ് ഷാർപ്പ്. അപ്പോൾ അവർ ചിലപ്പോൾ പറയും ശരി പബ്ലിക് ആക്കണ്ട, പോട്ടെ. ഏതായാലും എൻ്റെ അഭിപ്രായം അതാണ്. ഇനിയിപ്പോൾ അത് പബ്ലിക്കിൽ കൊണ്ടുപോയിട്ട് വഴക്കുണ്ടാക്കാനൊന്നും ഞാനില്ല എന്ന് അവരും പറഞ്ഞു വരും. ബട്ട് അവർ ഈ ഒരു കാര്യം അതും അവർ തന്നെ തീരുമാനിച്ചാണ് കേട്ടോ. നാലുപാട് നിന്നും വിമർശനം വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കൊളീജിയത്തിൻ്റെ ഡിസിഷൻ, അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങൾ വി നീഡ് നോട്ട് നെസസറിലി പബ്ലിഷ് ദ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ, ബട്ട് കളക്റ്റീവ് ഒപ്പീനിയൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണ്, ഇന്ന ജഡ്ജിമാരെയൊക്കെ എടുക്കാൻ കാര്യം എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്നൊക്കെ ഞങ്ങൾ അങ്ങനെ സ്ഥിരം ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യുന്നുണ്ട്. ഓരോ തവണയും അവരുടെ കൊളീജിയത്തിൻ്റെ തീരുമാനം വന്നു കഴിയുമ്പോൾ ആ തീരുമാനം അവർ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ തീരുമാനത്തിലെത്തിയ ചർച്ച അത് പുറത്ത് വിടണമെന്നില്ല, വിടുകയും ചെയ്യാം. വേണമെങ്കിൽ അവർക്ക് അതിലെഴുതാം, ജസ്റ്റിസ് ഇന്ന ആൾ ഇന്നത് പറഞ്ഞു, ജസ്റ്റിസ് മറ്റത് പറഞ്ഞു, ഇന്ന അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് മിനിറ്റ്സ് ഉണ്ടാവുമല്ലോ. മിനിറ്റ്സിൽ ഈ അഭിപ്രായങ്ങളുണ്ടാവും. ബട്ട് അത് പൊതുജനങ്ങൾക്ക് ആക്സസിബിളായിട്ട് വെബ്സൈറ്റിൽ ഇടണമെന്നില്ല ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങൾ. തീരുമാനവും അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും, ഏതൊക്കെ ജഡ്ജിമാരെ തീരുമാനിച്ചു, അത് തീരുമാനിക്കാനുണ്ടായ കാരണം എന്താണ് അവരുടെ മെറിറ്റ്, അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സർക്കാരിന് ഇത് സമ്മതം അല്ലെങ്കിൽ സർക്കാർ ഇത് വെച്ചുകൊണ്ടിരിക്കാറുണ്ട്, തിരിച്ചയക്കാറുണ്ട്. പലരുടെയും അപ്പോയിൻമെൻറ്റ് ക്യാൻസലായി പോകാറുണ്ട്. അതിൽ ഞങ്ങൾ പുതിയ ലിസ്റ്റ് തരാമെന്ന് പറയാറുണ്ട്. ഇൻഫോർമലായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ശരി, ഇപ്പോൾ ഒരു സിസ്റ്റം അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ചയും സംഗതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള സിസ്റ്റം കൊളീജിയമാണ്. അതനുസരിച്ച് കാര്യങ്ങൾ പോട്ടെ, നിങ്ങൾ റെക്കമെൻഡേഷൻ തന്നെ ഞങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്യും. ഇതാണ് സർക്കാർ അതിലുള്ളത്. സർക്കാർ അതിൻ്റെ ഒരു വിവാദത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഏതായാലും ജഡ്ജിമാരുടെ നിയമനം, കൊളീജിയം ഒക്കെ വീണ്ടും ഒരിക്കൽ കൂടി ജനങ്ങളുടെ മുൻപാകെ ഒരു ചർച്ചാ വിഷയമായിട്ട് വരികയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ അത് നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ്. ഭരണഘടനാ ഭേദഗതിയായിരുന്നു. ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് തന്നെ പുള്ളി പാസ്സാക്കിയെടുത്തതാണ്. 3-2 ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പാസ്സാക്കിയെടുത്തതാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി തന്നെ വിധിച്ചു. പിന്നെന്താ ചെയ്യുക? ഇപ്പോൾ എല്ലാവരും മോദിയുടെ നെഞ്ചത്തേക്ക് സോഷ്യൽ മീഡിയയൊക്കെ എനിക്ക് അറിഞ്ഞുള്ളൂ, ജസ്റ്റ് തലേദിവസം നടന്ന കാര്യം മറന്നു കളയും, എന്നിട്ട് മോദിയെ കുറ്റം പറയും. മോദി ഇത് ചെയ്തതാണ് NJSC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചരിത്രം മുഴുവൻ കിട്ടും. ആൻഡ് ഇറ്റ് വാസ് മെർസിനസ്ലി ഡിസ്കാർഡഡ് ബൈ സുപ്രീം കോർട്ട്. വാട്ട് ടു ഡു? സുപ്രീം കോടതിയിലെ 5-അംഗ ബെഞ്ച്, അതിൽ 3 ജഡ്ജിമാർ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു, 2 പേര് വിരുദ്ധമല്ല എന്നും പറഞ്ഞു. വാസ്തവത്തിൽ 140 കോടി ജനങ്ങളുടെ പ്രതിനിധികൾ, ലോക്സഭയും രാജ്യസഭയും 16 നിയമസഭയും റാറ്റിഫൈ ചെയ്ത നിയമം 3 അൺഇലക്റ്റഡ് ജഡ്ജിമാർ തള്ളിക്കളഞ്ഞു. ദിസ് ഈസ് അവർ ഡെമോക്രസി. അതാണ് ജനാധിപത്യം. ആൻഡ് സ്റ്റിൽ യു ബ്ലെയിം മോദി. മോദി നിർത്തോണ്ട് ജുഡീഷ്യറിയൊക്കെ ഒന്ന് ടൈറ്റാക്കേണ്ട. എന്ത് ചെയ്യാനാട്ടും പോയിട്ടുമാണ് ഇത് ടൈറ്റാക്കാൻ? ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത് സുപ്രീം കോടതി തന്നെ പാരവെച്ചു. മാത്രമല്ല വലിയ വലിയ ആൾക്കാർ, ഞാൻ സർപ്രൈസ് ടൈപ്പ് UU ലളിതൊക്കെ പറയുന്നു ഇതാണ് നമ്മൾ ഈ സിസ്റ്റമാണ് നല്ലത് എന്ന് പറയുന്നു. ഏതായാലും ഇനി ഓരോ തവണയും കൊളീജിയത്തിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ ഇത്തരം ചർച്ചകളുണ്ടാവും. ഈ ചർച്ചകൾക്കൊടുവിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് തന്നെ വലിയ കാര്യമാണ് അല്ലേ? അല്ല, കൊളീജിയം സിസ്റ്റം മാറും എന്ന് ഞാനും വിശ്വസിക്കുന്നു. അതെപ്പോൾ മാറും? കൊളീജിയം സിസ്റ്റത്തിലൂടെ വരുന്ന ജഡ്ജിമാരിൽ ഭൂരിപക്ഷവും പ്രോ ഭാരത് ജഡ്ജിമാരായിട്ട് വരുമ്പോൾ കൊളീജിയം പൊളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കൊളീജിയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇറങ്ങും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി.
ഇതാണ് കൊളീജിയം പറ്റത്തില്ല, അതിന് നിയമം. കൊളീജിയം ചെയ്യാൻ പറ്റില്ല. ഇതെന്താ ഇത് തോന്നിവാസം കാണിക്കുന്നു, EVM-ന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ കൊളീജിയത്തിനെതിരെ ഇവരൊക്കെ സംസാരിക്കും. ഈ പറഞ്ഞ ജഡ്ജിമാരും വക്കീലും എല്ലാവരും കൊളീജിയം പൊളിക്കണമെന്ന് പറയും. അത് പറയണമെങ്കിൽ കൊളീജിയത്തിൽ നിന്ന് വരുന്ന ഭൂരിപക്ഷം ജഡ്ജിമാർ പ്രോ ഭാരത് ജഡ്ജിമാരായിരിക്കും. ഭാരതത്തിന് അനുകൂലമായ ജഡ്ജ്മെൻറ്റ്സ് വരുന്നു എന്ന് കാണുമ്പോൾ കൊളീജിയം പറ്റത്തില്ല. അങ്ങനൊരു ദിവസം വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.